ദേശീയപാത തകർന്ന സംഭവത്തിൽ ദേശീയ ഹൈവേ അതോറിറ്റി കടുത്ത നടപടിയുമായി രംഗത്ത് വരുന്നു. ദേശീയ ഹൈവേ അതോറിറ്റിയുടെ പ്രോജക്ട് ഡയറക്ടറെ NHAI സസ്പെൻഡ് ചെയ്തു. NHAIയുടെ സൈറ്റ് എഞ്ചിനീയറെയും പിരിച്ചുവിട്ടു. കോൺട്രാക്ടർ സ്വന്തം ചെലവിൽ ഈ മണ്ണിടിഞ്ഞു വീണ സ്ഥലത്ത് പാലം നിർമ്മിക്കണം എന്നുകൂടി ദേശീയ ഹൈവേ അതോറിറ്റി പറയുന്നു. എന്തായാലും വളരെ കർക്കശമായ തീരുമാനങ്ങളോടെ ദേശീയ ഹൈവേ അതോറിറ്റി മുന്നോട്ട് പോവുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. മലപ്പുറം കുരിയാട് ദേശീയപാത ഇടിഞ്ഞ സംഭവത്തിൽ വിദഗ്ധ സമിതി കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് കൊടുത്തു. നിർമ്മാണ കമ്പനിക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചു പോയെന്ന് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. ദേശീയപാത തകർന്നത് പാർലമെന്റ് അക്കൗണ്ട്സ് കമ്മിറ്റി യോഗം ചർച്ച ചെയ്തു. ദേശീയപാത നിർമ്മാണത്തിൽ CAG അന്വേഷണം വേണമെന്ന് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി നിർദ്ദേശം നൽകി. ദേശീയപാത ഇടിഞ്ഞതിൽ കമ്പനികൾക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നാണ് കേന്ദ്രത്തിന് വിദഗ്ധ സമിതി നൽകിയ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. പ്രദേശത്തെ മണ്ണിന്റെ ഗുണനിലവാരം പരിശോധിച്ചില്ല. നെൽപ്പാടങ്ങളിലടക്കം ആവശ്യമായ സാങ്കേതിക പരിശോധന നടത്തിയില്ല. ഡിസൈനിങ്ങിലും കാര്യമായ തകരാറുണ്ടായെന്നുമാണ് വിമർശനം. വെള്ളം കയറിയതിലൂടെ മണ്ണിലുണ്ടായ സമ്മർദ്ദമാണ് റോഡ് തകരാൻ കാരണമായതെന്നാണ് സമിതിയുടെ കണ്ടെത്തൽ. കമ്പനി പാലം ഒഴിവാക്കി എംബാങ്ക് ഉപയോഗിച്ചത് ചെലവ് കുറയ്ക്കാനാണെന്നും സമിതി വിലയിരുത്തുന്നു. കൂരിയാട് ദേശീയപാതയിൽ സംരക്ഷണ ഭിത്തിയടക്കം തകർന്ന ഭാഗത്തെ 1 കിലോമീറ്ററോളം റോഡ് പൂർണ്ണമായും പുനർനിർമ്മിക്കണമെന്നും 400 മീറ്റർ നീളമുള്ള പാലം നിർമ്മിക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. കൂരിയാട് അണ്ടർപാസിനെ വയലിന്റെ മധ്യത്തിലുള്ള അണ്ടർപാസുമായി ബന്ധിപ്പിച്ച് പാലം നിർമ്മിക്കാനാണ് നിർദ്ദേശം. പുറത്തുവന്ന വിവരങ്ങൾ അതീവ ഗൗരവതരമെന്നും ടെൻഡർ വ്യവസ്ഥകൾ അട്ടിമറിക്കപ്പെട്ടുവെന്നും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അധ്യക്ഷൻ KC വേണുഗോപാൽ. ഈ നിർമ്മാണ തകർച്ച ഉണ്ടായിരിക്കുന്ന പ്രദേശങ്ങളിൽ പെർഫോമൻസ് ഓഡിറ്റ് നടത്തി കരാറ് അടക്കമുള്ള കാര്യങ്ങളിൽ ഡിസൈൻ അടക്കമുള്ള കാര്യങ്ങൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഗുണമേന്മ പരിശോധിക്കാൻ ഉന്നതതല സാങ്കേതിക സംഘം നിലവിലില്ല എന്നത് ഞെട്ടിക്കുന്നതാണെന്നും ഗതാഗത സെക്രട്ടറി ഡിസൈനിലെ വീഴ്ച സമ്മതിച്ചതായും KC വേണുഗോപാൽ പറഞ്ഞു. സാഹചര്യം നേരിട്ട് വിലയിരുത്താൻ ദേശീയപാത അതോറിറ്റി ചെയർമാൻ ശനിയാഴ്ച കേരളത്തിലെത്തും. 24 ഡൽഹി.